അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ചത് ഒരു ഫീമെയിൽ സാൽമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീസണിലോട്ട് ആവശ്യത്തോളം മുട്ടകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ആ സാൽമണിന്റെ മുട്ട അവിടെ തന്നെ നമ്മൾ വെച്ച് കട്ട് ചെയ്തെടുത്തു. അതിനെ രണ്ട് രീതിയിൽ 2 സിപ്ലോക്ക് ബാഗിനകത്താക്കി ഞാൻ മാറ്റി. അതിൽ ഒന്നാമത്തെ മുട്ട, ഒന്നാമത്തെ സെറ്റ് അത് ഇതാണ്. ഇത് ക്രീക്ക് വാട്ടർ ടച്ച് ചെയ്യാതെ ഡയറക്റ്റ് മീനിനെ കട്ട് ചെയ്ത് നേരെ അതിനെ ബ്ലീഡ് ചെയ്തതിന് ശേഷം അതിന്റെ വയറിൽ നിന്ന് കട്ട് ചെയ്ത് വെള്ളം തൊടിയിക്കാതെ, അതായത് ആ ക്രീക്ക് വാട്ടറിൽ മുട്ടാതെ ഡയറക്റ്റ് എടുത്ത് സിപ്പ് ലോക്ക് ചെയ്തിരിക്കുന്ന മുട്ടയാണ്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ മീനെ പിടിച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നേരത്തോളം ക്രീക്ക് വാട്ടറിൽ, അതായത് അല്ലെങ്കിൽ റിവർ വാട്ടറിൽ തന്നെ ഇട്ട് ഹാർഡൻ ചെയ്ത മുട്ടയാണ്. ഈ മുട്ട കണ്ടോ നിങ്ങള്? വ്യത്യാസം നോക്കി, ഇത് നോക്കിക്കോ, കണ്ടോ? എല്ലാം നല്ല ഹാർഡനാണ്. എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ പയ്യൊന്നും ഞെക്കിയാലൊന്നും പൊട്ടത്തൊന്നുമില്ല. ഇത് എന്തിനാന്ന് വെച്ചാല് ഇതാണ് നമ്മൾ സ്പോൺസാക്ക്, അതായത് ചെറിയ ബാഗുകൾ, കുഞ്ഞു നെറ്റ് ബാഗുകളിലിട്ട് നമ്മൾ മീനെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. ഇനി നമ്മൾ റിവർ വാട്ടർ ടച്ച് ചെയ്യാത്ത ഈ ഒരു സിപ്ലോക്കിലെ മുട്ട ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇന്ന് കാണാൻ പോകുന്ന കാര്യം. ഇതിനെയാണ് സ്കീൻ എന്ന് പറയുന്നത്. അപ്പൊ സ്കീൻ ചെയ്യാനായിട്ട് ആദ്യമേ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പേപ്പർ പ്ലേറ്റ്, മീതെ വെക്കാനായിട്ട് ഒരു പേപ്പർ ടവല്, ഗ്ലൗസ് മാൻഡേറ്ററി ആണ്, ഗ്ലൗസ് ഇട്ടോളണം, അങ്ങ് വെച്ചേക്കുക. എന്നിട്ട് നമ്മള് ആ ഇപ്പൊ നിങ്ങളെ കാണിച്ച റിവർ വാട്ടർ ടച്ച് ചെയ്യാത്ത എഗ്ഗ് ഇത് നേരെ എടുത്ത് ഇതിനകത്തേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചേക്കുന്ന. ഇത് കണ്ടില്ലേ? നേരത്തെ കാണിച്ച എഗ്ഗുകൾ പോലെയല്ല, ഇത് ഹാർഡനല്ല, ഇത് പൊട്ടിപ്പോവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ബട്ടർഫ്ലൈ ചെയ്യാന്ന് പറയും. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മെംബ്രെയിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് വിടർത്തും. കണ്ടില്ലേ? ഇതിനെയാണ് ബട്ടർഫ്ലൈ ചെയ്യാന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ അങ്ങ് വിടർത്തിയെടുക്കുന്നതിനെ വെച്ചേക്കുക. ഇത് നമ്മൾ ആ മീനിനെ അപ്പൊ തന്നെ ബ്ലീഡ് ചെയ്തതുകൊണ്ടാണ് വലിയ കാര്യമായിട്ടൊന്നും ഇതിനകത്ത് ബ്ലഡ് ഇല്ലാത്തത്. പക്ഷെ നമ്മൾ ബ്ലീഡ് ചെയ്യാത്ത മീനാണെങ്കിൽ ഈ എഗ്സ് ഒന്നും ഇതുപോലെയല്ല. ഇതിന്റെ ഈ മെംബ്രെയിനിലൊക്കെ ഫുള്ള്, മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് കണ്ടോ, ഈ മുട്ടകൾ ഇങ്ങനെ ഈ പറ്റി പിടിച്ചിരിക്കുന്നത്, ഇതിനെയാണ് ആ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് ബ്ലഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ബ്ലീഡ് ചെയ്തുകൊണ്ടാണ് ബ്ലഡ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ ബ്ലീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ സാധനം നമ്മൾ മാക്സിമം ഇതിനകത്ത് വെള്ളം അങ്ങ് ഒപ്പിയെടുക്കുക. ഒരു മിനിറ്റ് നേരം ഇങ്ങനെ അങ്ങ് വെച്ചേക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ സൈസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യമേ തന്നെ ഇതിനെ അങ്ങ് രണ്ടായിട്ട് അങ്ങ് മുറിച്ചേക്കുവാണ്. ഈ ഒരു വലിയ ചങ്ക് രണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് മുറിച്ച് മാറ്റി. എന്നിട്ട് ഇത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിനകത്തേക്ക് ആക്കി മുറിച്ചങ്ങ് എടുക്കുക. റൗണ്ടോ സ്ക്വയറോ അത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കുക. ഞാൻ കൂടുതൽ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ റൗണ്ട് ആ ഒരു ഷേപ്പിലാണ്. ഇത് കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ അങ്ങ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കണ്ടില്ലേ? ഇങ്ങനെ അങ്ങ് മുറിച്ചെടുക്കുക. നമുക്ക് ഒരു ചങ്കൂടെ ഉണ്ട് അങ്ങനെ. അപ്പൊ നമ്മളിത് എല്ലാം കട്ട് ചെയ്ത് ഇതുപോലുള്ള കണ്ടില്ലേ ചെറിയ ചെറിയ ചങ്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാം കണ്ടില്ലേ? എല്ലാം നമ്മൾ അങ്ങനെ ആക്കി മാറ്റി. ഇനിയാണ് നമ്മൾ ഇത് ക്യൂർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ക്യൂർ ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്തുള്ള മാക്സിമം ആ ഒരു വാട്ടർ കണ്ടന്റോ അല്ലെങ്കിൽ ബ്ലഡോ എന്തെങ്കിലും വെള്ളം നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല, എന്നാലും ഇതിനുള്ളിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങും. അത് ആ എഗ്ഗിൽ തന്നെയുള്ള ആ വെള്ളമാണ്.
പിന്നെ അതുപോലെ ആ മെംബ്രെയിനിലെ ഫാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അങ്ങ് പൊക്കോട്ടെ. അതൊന്നും നമുക്ക് വേണ്ട. നിങ്ങൾക്ക് ഈ ഒരു നാപ്കിൻ ഇനി അത് മാറ്റാം. ഇനി ആ നാപ്കിൻ മാറ്റിയിട്ട് പുതിയ നാപ്കിൻ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പുതിയ നാപ്കിൻ ഒരെണ്ണം വെക്കാൻ പോവാണ്. അപ്പൊ ഇനി നമ്മൾ അപ്പൊ പുതിയ നാപ്കിൻ അങ്ങ് വെച്ചു. ഫുള്ള് അതിനകത്തേക്ക് അങ്ങ് തട്ടിയിട്ട് പഴയത് മാറ്റി വെച്ചേക്കുക. ഒന്നുകൂടെ അതിനകത്ത് വെള്ളമോ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും ആ ഫാറ്റോ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചേക്കുക. അതെല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ബ്ലഡ് ഉണ്ടെങ്കിൽ അതെല്ലാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യുക. ഇനിയാണ് നമ്മളിത് ക്യൂർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നേരെ ഇങ്ങനെ അങ്ങ് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഇത് ക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ്. നമ്മൾ ഈ ഒരു സാൽമൺ എഗ് ക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബൊറാക്സ് ഓഫ് ഫയർ. ബൊറാക്സ് ഓഫ് ഫയർ എന്നാണ് ഇതിന്റെ പേര്. ഇത് പോഡ്സ്കി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബൊറാക്സ് ഓഫ് ഫയർ. ഇതിനകത്തുള്ളത് ബൊറാക്സ് ആണ്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഇത് ക്യൂർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കീൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു കളറാണ്. നമ്മൾ അതല്ല, സ്പോൺസാക്കിനാണെങ്കിൽ നാച്ചുറൽ കളർ ഇത്, അതല്ല എങ്കിൽ ഓറഞ്ച് കളറ്. സ്കിന്നാണെങ്കിൽ ഈ ഒരു റെഡ് അല്ലെങ്കിൽ ഒരു വയലറ്റ്, ഈ ഒരു കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ അങ്ങ് തുറന്നിട്ട് അത്യാവശ്യം ഒരു ഡിസ്പോസിബിൾ സ്പൂൺ എടുത്ത് ഇതിങ്ങനെ, കണ്ടില്ലേ, ഇതുപോലെ ഒരു ബേസിക് ലെയർ ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയിടുക. ഒത്തിരി ഒന്നും വേണ്ട, ചെറിയൊരു ബേസ് ലെയർ അത്രയും മതി. അടിയിൽ ഒരു ബേസ് ലെയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ സ്കീൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്സ് ഇതുപോലെ ഇങ്ങനെ 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 ചെറിയ പീസുകൾ ഇതുപോലെ ഇങ്ങനെ അങ്ങ് എടുത്തിടുവാണ്. എന്നിട്ട് ഇനി അടുത്ത ലെയർ നമ്മളിത് ഇടാൻ പോവാണ്. ഒരു ലെയറും കൂടെ, കാരണം ഫസ്റ്റ് ഇത് കണ്ടില്ലേ, നമ്മൾ അതിന് മീതെ നമ്മളിത് കണ്ടില്ലേ, നമ്മൾ ഇട്ട് വെച്ച ബൊറാക്സിന് മീതെ നമ്മൾ ഒരു ലെയർ എഗ്സ് അങ്ങ് ഇട്ടു. ഇനി ഇതിന് മീതെ നമ്മൾ ഒന്നുകൂടെ അടുത്ത ലെയർ. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈച്ച് ആൻഡ് എവ്രി പീസ് ഓഫ് എഗ്ഗിലും ഈ ഒരു ബൊറാക്സ് എത്തിയിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഇടരുത്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ജ്യൂസി ആയി പോവും. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ ഒരു ലെയർ കഴിഞ്ഞു. ഇനി അതിന് മീതോട്ട് അടുത്ത ലെയർ നമ്മൾ വെച്ചേക്കുവാണ്. ഇപ്പൊ നിങ്ങൾ കട്ട് ചെയ്യുന്ന ഈ ഒരു ചങ്ക്സ് ഇതെല്ലാം പീസുകൾ ഇത്തിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ മീൻ പിടിക്കാൻ നേരത്ത് നമുക്കത് പിന്നെയും ആവശ്യത്തോളം കട്ട് ചെയ്ത് ചെറുതാക്കാവുന്നേ ഉള്ളൂ. അതിന് പ്രശ്നമൊന്നുമില്ല. ഇത്തിരി വലിപ്പം കൂടിയാലും ഒന്നും, ചെറുതായി പോയാൽ മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മീതെ അങ്ങ് വെച്ചേക്കുക. ഇനി ഇതിന് മീതോട്ട് ഒരു ലെയറും കൂടെ അങ്ങ് നമ്മുടെ ബൊറാക്സ് ഇട്ടേക്കുക. നമ്മുടെ പണി ഒരു 90% കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമ്മളുടെ പരിപാടി കഴിഞ്ഞു, ഒരു 90% കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. മൊത്തത്തിൽ ഒന്നുകൂടെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പ്, അതിനായിട്ട് നമ്മൾ ഒരു സിപ്പ് ലോക്ക് എടുക്കുന്നത്. ആ സിപ്പ് ലോക്കിനകത്തേക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്കീൻ ഇതെല്ലാം നമ്മൾ നൈസായിട്ട് ഇങ്ങനെ അങ്ങനെ എടുത്തെടുന്ന്
ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഗ്ലൗസിന്റെ ആവശ്യമില്ല. ഇനി മാക്സിമം എയർ കളയാൻ പറ്റുന്നിടത്തോളം എയർ കളഞ്ഞിട്ട് വാക്യൂം സീലൊന്നും ചെയ്യണ്ട, ചുമ്മാ ഇതുപോലെ ഇങ്ങനെ അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് എയർ പൊക്കോളും. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ 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 അങ്ങ് ലോക്കാക്കി വെച്ചേക്കുക. അത്യാവശ്യം എയർ കളഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ലോക്കാക്കി വെക്കുക. അപ്പോൾ ദേ നമ്മളുടെ സാധനം അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഞാൻ ചെയ്യാറുള്ളത്, നമ്മളിത് ചെയ്യുന്ന ആ ദിവസത്തെ ഡേറ്റ് ഇവിടെ അങ്ങ് എഴുതി വെച്ചേക്കും, ഡേറ്റ് കൂടെ എഴുതി വെച്ചേക്കും. പിന്നെ അതുപോലെ തന്നെ സാൽമൺ ആണെങ്കിൽ സാൽമണിന്റെ ഏത് സാൽമൺ ആണ്, ഇപ്പൊ കിങ് സാൽമൺ ആണെങ്കിൽ കിങ് സാൽമണിന്റെ മുട്ടയാണെങ്കിൽ കിങ് സാൽമൺ ഇന്ന ഡേറ്റ് എന്നും കൂടെ എഴുതി വെച്ചേക്കും. എന്നിട്ട് ഇനി ചെയ്യേണ്ട കാര്യം, ഇത് നേരെ എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചേക്കുക. ഫ്രീസറിലല്ല, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോവും. അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചേക്കുക. ഓവർനൈറ്റ് മിനിമം ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ ഇതുപോലെ ഇരിക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ഈ ഒരു ബൊറാക്സോ ഫയർ ഈ ഒരു എഗ്സിനെ, ഈ കാണുന്ന എഗ്സിനെ എല്ലാം ക്യൂർ ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന് അത്രയും സമയം വേണം. ഇത് നേരെ ഇനി ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചേക്കുക. ഈ പറയുന്ന ഓവർനൈറ്റ് ഇരുന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്തേക്ക് നമുക്ക് അടിപൊളി സ്കീം റെഡിയാവും. അപ്പൊ ഇപ്പൊ നമ്മള് ആ ഒരു നമ്മുടെ ബൊറാക്സോ ഫയർ ആഡ് ചെയ്തിട്ടുള്ള, നമ്മളിപ്പോ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു എഗ്ഗിന്റെ കളർ ഇതാണ്. ഇനി റിയൽ സാൽമൺ എഗ്ഗിന്റെ കളർ കൂടെ കാണിച്ചു തരാം. സി, വ്യത്യാസം നോക്ക്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? രണ്ടിന്റെ വ്യത്യാസം നോക്ക്, ഇത്രയധികം വ്യത്യാസം ഉണ്ടാവും ഈ പറയുന്ന രണ്ട് സാധനങ്ങളുമായിട്ട്. ഇനി നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇത് നമ്മൾ സ്കീനാക്കിയിട്ട് നമ്മൾ ഹുക്കിൽ നമ്മൾ സാൽമണിന് വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനം വെള്ളത്തിലോട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞ് ഇതിന് ഒരുപാട് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ജ്യൂസ്, ആ ഒരു ഫ്ലേവർ, സ്മെല്ല്, ഈ ഒരു കളർ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സാൽമൺ വന്ന് ഇതിനെ കഴിക്കാനായിട്ട് നോക്കുന്നത്. സി, വ്യത്യാസം നോക്കൊന്നുകൂടെ, അതാണ്.